നമസ്കാരം. അഗ്നിഹോത്രി നക്ഷത്രഫലങ്ങളിലേക്ക് സ്വാഗതം. നവഗ്രഹങ്ങളുടെ രാശിസഞ്ചാരം അവലംബമായെടുത്ത് വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ നാൾഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള നാളുകളിലെ നക്ഷത്രഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. നാൾഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരൊരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള നാളുകളിലെ നക്ഷത്രഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശിസഞ്ചാരം അവലംബിക്കുന്നു. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ മാസം നിങ്ങൾക്ക് കൈവന്നു ചേരുന്നത്. മുൻ മാസങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന സമയമാണിത്. വിദേശ തൊഴിലവസരങ്ങളും അതുമല്ലെങ്കിൽ വിദേശയാത്രയ്ക്കുള്ള അവസരവും വന്നു ചേരുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം തന്നെയാണ് വരുന്നത്. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കാകട്ടെ വളരെ ഉചിതമായ സമയമാണ്. തങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. കൂടാതെ പ്രേമവിവാഹ ബന്ധങ്ങൾക്ക് ഫലവത്തായി പുരോഗതിയും കാര്യസാധ്യവുമുള്ള ഒരു മാസമാണിത്. പരീക്ഷ, ഇൻ്റർവ്യൂ, ജോലി, ബിസിനസ്, ഇങ്ങനെ ഏത് രംഗത്തായാലും, ഏത് രംഗത്തിലാണോ നിങ്ങൾ ബന്ധപ്പെടുന്നത് അതിലെല്ലാം തന്നെ പരിപൂർണമായുള്ള വിജയം കാണുന്നു.
നിങ്ങളുടെ വളരെയധികം ശ്രദ്ധയോടെയും കരുതലോടെയുമുള്ള പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാനും തന്മൂലം എല്ലാ കാര്യത്തിലുമുള്ള അംഗീകാരത്തിനും മറ്റ് കാര്യസാധ്യങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യുന്നു. ശുഭത്വം, സൗന്ദര്യം, സഞ്ചാരം, എല്ലാത്തരം കലകളോടുമുള്ള താല്പര്യം തുടങ്ങിയ ഗുണങ്ങൾ വന്നു ചേരുന്നു. കുടുംബത്തിൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കുന്നൊരു പ്രകൃതമാണ് ഈ മാസം പൊതുവെ നിങ്ങളിൽ പ്രകടമാകുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും സ്നേഹം, വിശ്വാസം, അംഗീകാരം തുടങ്ങിയവ ലഭിക്കുന്നത് മൂലം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതമാണ് നിങ്ങൾക്ക് ഈ മാസം അനുഭവിക്കാൻ സാധിക്കുന്നത്. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.